ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ഇടവകാരി ഡോക്ടർ അനീഷ് പി അച്ഛൻ, ഇടവകയുടെ ചുമതലക്കാരൻ, ഇടവക വൈസ് പ്രസിഡന്റ്, ഇന്ന് ദൈവവചനം കേൾപ്പിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹമാണ്. പ്രകാരം ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ മാസം 30-ാം തീയതി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഞാൻ വിരമിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 3-ാം തീയതി ഇന്നേക്ക് ഇപ്രകാരം ഒരു ശുശ്രൂഷയ്ക്ക് ഒരു വിളി വരും. അതിന് മുഖാന്തരമായത് പ്രിയ സാംസൺ കുടുംബവുമാണ്. എന്നാൽ ഈ ഒരു വിളി ലഭിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു. ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് മൈ ലൈഫ്, അതിനെക്കുറിച്ചൊരു ദിശാബോധം നൽകാൻ ദൈവം തമ്പുരാൻ അകലെ നിന്ന് വിളി. അതുകൊണ്ട് ഇത്രയും ദൂരമുണ്ടെങ്കിൽ, ഇത്രയും തിരക്കുണ്ടെങ്കിൽ രണ്ടാമത് ഒരു വലിയ ചിന്തയ്ക്കൊന്നും ഞാൻ ഇടം കൊടുത്തില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനിച്ചു വൈകുന്നേരം നേരെ വിളിച്ചതിന് മറുപടി പറയുക. തമ്പുരാന്റെ ശബ്ദമായി ഞാൻ അതിനെ കാണും. ശിഷ്ടമുള്ള കാലം തമ്പുരാനെ ഉയർത്തുവാനായിട്ട് ദൈവം തരുന്ന അവസരങ്ങൾ വിനിയോഗിക്കാൻ എനിക്കൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ പ്രിയ ഇടവകയിൽ നിന്ന് ഇടവശത്തിൽ ലഭിച്ച പുള്ളിയെ ഞാൻ കാണും. ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ അനേക മുഖങ്ങൾ എനിക്ക് പരിചയമുള്ളതും പ്രിയപ്പെട്ടതും, എന്നോടൊപ്പം കൂട്ടായ്മ പങ്കുവച്ചവര്, മുട്ടുമടക്കിയവര്, കരങ്കോർത്ത് പ്രാർത്ഥിച്ചവര്, ഒരുമിച്ചിരുന്ന് ദൈവവചനം പഠിച്ചവര്, അങ്ങനെ വിവിധങ്ങളായ അനുഭവങ്ങളിൽ കൂടി കഴിഞ്ഞ നാളുകളിൽ ഒരുമിച്ച് ദൈവം അനുഭവിച്ച പല പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ സൺഡേ സ്കൂളിന്റെ പ്ലാറ്റ്ഫോമിൽ, ഇടമിഷന്റെ പ്ലാറ്റ്ഫോമിൽ, സെൻട്രൽ തലങ്ങളിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർ. ഇവർ ആദ്യ നാളുകളിൽ യുവജന സംഘത്തിന്റെ പ്ലാറ്റ്ഫോമിൽ സെൻട്രൽ പ്രിയ ബാബുജി ജോർജും കുടുംബവും ഒക്കെ 96-ൽ ഞാൻ എത്തി, 97-ൽ കർത്താവിനെ കണ്ടുമുട്ടി ഈ ശുശ്രൂഷയിലേക്കൊക്കെ വന്ന സാധനം അറിയാം. എന്നാൽ കൂടുതൽ ഊഷ്മളമായത് ഈ മരുവിലെ മരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു അപരിചിതത്വം, ഒരു സ്ട്രെയിഞ്ച് ഫീലിംഗ് ഇവിടെ നിൽക്കുമ്പോൾ ഇല്ല. ഞാൻ എൻ്റെ ഭവനത്തിൽ നിൽക്കുന്നു. എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ യൗവനപ്രായത്തിൽ പഠനത്തിനും ജോലിക്കുമായിട്ട് വടക്കേന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൊച്ചുമോളായിരുന്ന കൊച്ചുമോൾ, ഇപ്പം നിങ്ങളൊക്കെ ബോംബെയിലെ കൊച്ചുമോളെന്നാണ്, എന്നാൽ നെടുങ്കണ്ടം ക്രിസ്തോസിൽ ഞങ്ങളുടെ കൊച്ചുമോൾ ഇന്നിവിടെ നിന്ന് ദൈവവചനം വായിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. അതുപോലെ പ്രിയപ്പെട്ട ബിജു സൺഡേ സ്കൂളിൽ എൻ്റെ വളരെ ജൂനിയറായിട്ട് ഒരേ കാര്യങ്ങൾ നെടുങ്കണ്ടം ക്രിസ്തോസിന്റെ സൺഡേ സ്കൂളിൽ പഠിച്ചു. പ്രിയപ്പെട്ട ബിജു ഇടവമിഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ദൈവത്തെ ആരാധിച്ച് നിൽക്കുന്നു. എൻ്റെ ദേശത്ത് കർത്താവ് ദേശത്തെ മറന്നിട്ടില്ല. ചിത്രി പാർക്കുന്നവർക്കൊക്കെ അവിടെ നിന്ന് ലഭിച്ച കൃപകളെ നിറച്ചുവാൻ ദൈവം സഹായിക്കുന്നു എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കും. കാരണവാനും കൃപനിറഞ്ഞവരുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, കർത്താവേ, ഈ ദിവസത്തിന്റെ ഈ സന്ധ്യയിൽ അവിടുത്തെ മക്കളാൽ ഞങ്ങൾക്ക് ഈ ആലയത്തിന്റെ ഉള്ളിൽ നിന്റെ പാദങ്ങൾക്ക് ചുറ്റുമിരുന്ന് അല്പസമയം നിന്നെ പാടി ആരാധിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവതമ്പുരാൻ തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഒരു പുതിയ വർഷത്തിലേക്ക് ഇടവക പ്രവേശിക്കുമ്പോൾ നിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ കൃപ പ്രാപിച്ച് സമർപ്പണത്തോടെ നിന്റെ മക്കൾ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്വർഗം മാനിക്കണം. കർത്താവേ, തിരുവചനത്തിൽ കൂടെ ഹൃദയങ്ങളോട് അവിടെ നിലപെടുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ബലഹീനായ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒറ്റയ്ക്ക് ഇവിടെ നിർത്തരുതേ കർത്താവേ. ദൈവം തമ്പുരാനെ ഒരു സാന്നിധ്യം കൊണ്ട് നിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് അവിടെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന്
ഫലിക്കുന്നതായ അത് മൂന്നേരി ഫലം കായ്പാൻ നിന്റെ ആത്മാവിന്റെ ശക്തിയെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇടവകെ അവിടുന്ന് അനുഗ്രഹിക്കും. കടന്നുവന്ന ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കും. ശുശ്രൂഷകളെ വാഴ്ത്തി തുറന്ന ദിവസങ്ങളിലെ കൺവെൻഷനെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കും. നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട അനീഷിച്ചനെ പൂർണ്ണമായി ദൈവകരങ്ങളുടെ സമർപ്പിക്കും. കർത്താവെ എല്ലാവരും തമ്പുരാനെ അനുഗ്രഹിച്ച് പുതിയ വർഷക്കാലം പുതിയ കൃപകളുടെ അനുഭവങ്ങളെ പറഞ്ഞ മഹത്വപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകണമേ. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന ധ്യാനത്തിന് തലക്കെട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ രക്ഷാപദ്ധതി, ദ സാൽവേഷൻ പ്രോസസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ രക്ഷാപദ്ധതി. ഇതിന് ആമുഖമായ ഒരു വാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കണ്ട. അത് ഇപ്രകാരമാണ്. ലൂക്കോസ് 19:10. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. Son of Man came to seek and save the lost. സക്കായി സംഭവത്തിന്റെ സമാപന വാക്യമായിട്ടാണ് ഈ ഭാഗം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വാക്യത്തിന്റെ ആശയം കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഈ ആശയത്തിന് ഓട്ടം വരാതെ പഴയത്തിന്റെ ഒരു സംഭവം അതിനെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഒന്ന് വിശകലനം ചെയ്ത് ദൈവത്തിന്റെ രക്ഷാപദ്ധതി ഒന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പഴയ നിയമ സംഭവത്തെ മനസ്സിലാക്കുവാൻ ഒരു ആധാരവാക്യം അത് 2 സാമുവേൽ chapter 9:1. ഇന്ന് വായിച്ച വേദഭാഗത്തിന്റെ ആദ്യത്തെ വാക്യം 2 സാമുവേൽ 9:1 വായിച്ചിട്ട് അനന്തരം ദാവീദ് ഞാൻ യോനാഥാൻ നിമിത്തം ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഭവനത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുമോ എന്ന് അന്വേഷിച്ചു. Now David said, is there anyone still remaining in the house of Saul that I may show them kindness for the sake of Jonathan? ഈ ഒരു വാക്യം, ഈ ഒരു വേദഭാഗം ഇത് ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ മുഴുങ്ങിയ ഒരു ശബ്ദമുണ്ട്. എന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ഈ ലോകത്തിന്റെ പാപാന്ത കാലത്തിൽ ദയ ലഭിക്കേണ്ടതിന് ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു? എന്റെ പുത്രനായ യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ പാപാന്ത കാലത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു? ഇന്ന് ഈ വചനം നാം ധ്യാനിക്കുമ്പോൾ എന്റെ ഒരു ആഗ്രഹം, നമ്മുടെ ഒരു പ്രാർത്ഥന ഇതായിരിക്കണം. തന്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവം താൻ ദയ കാണിക്കേണ്ടതിന് ഈ അരയിൻ പട്ടണത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു? തന്റെ പുത്രനായ യേശു ക്രിസ്തു നിമിത്തം ദൈവം താൻ ദയ കാണിക്കേണ്ടതിന് അല്ലെങ്കിൽ മാർത്തോമാരുടെ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു? ഇന്ന് ഈ വചനം കേൾക്കുന്നതിൽ ആരെങ്കിലും ഈ ദയ ലഭിക്കേണ്ടതിന് ശേഷിച്ചിരിക്കുന്നു? പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ലോർഡ് സ്പീക്ക് ടു മീ. കർത്താവേ, എന്റെ ഹൃദയത്തെ ഒന്ന് തൊടണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനത്തെ ധ്യാനിക്കാം. ഈ ഒരു ഭാഗം ഞാൻ ധ്യാനിക്കാനായിട്ടാണ് ഇന്ന് പാഠമായിട്ട് ആ ഒരു ഭാഗം വായിപ്പിച്ചത്. അപ്പോൾ അതിന്റെ ആശയത്തെ ഉള്ളടക്കത്തെ മനസ്സിലാക്കാൻ അതിന്റെ കോണ്ടെക്സ്റ്റ് ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞു. ശൗലിന്റെ കാലശേഷം ദാവീദ് യഹൂദ ഗോത്രത്തിന് മാത്രമായിട്ട് ഹെബ്രോനിൽ രാജാവായി. ശൗൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ സ്വന്തം വാണിൽ വീണ് മരിച്ചു. മകൻ യോനാഥാൻ കൊല്ലപ്പെട്ടു.
ദേശം അനാഥമായി കഴിഞ്ഞ സമയത്ത് ശൗലിന്റെ സേനാപതി അബ്നേർ, ശൗലിന്റെ മറ്റൊരു മകൻ ഈശ്-ബോശേത്തിനെ 11 ഗോത്രങ്ങൾക്ക് ഇസ്രായേലിന്റെ രാജാവ്, ഹെബ്രോനിൽ ദാവീദ് രാജാവ്, ഇസ്രായേലിൽ ഈശ്-ബോശേത്ത് രാജാവ്. ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ശൗലിന്റെ ഗൃഹം ക്ഷയിച്ചു വന്നു. പൊതുവെ ബലഹീനനായ ഒരു മനുഷ്യൻ ഈശ്-ബോശേത്ത് നിർബന്ധപൂർവ്വം രാജാവാക്കപ്പെട്ടു. ഒരു ദിവസം തന്റെ കിടക്കമേൽ വിശ്രമിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ തന്റെ പടനായകന്മാർ തന്നെ വന്ന് അദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തി. വീണ്ടും ഇസ്രായേൽ ദേശം അന്യാധീനപ്പെട്ടു. നാഥനില്ലാത്ത അനുഭവത്തിൽ ജനം വീണ്ടും ദാവീദിന്റെ അടുക്കലെത്തി. ദാവീദേ, നീ ഞങ്ങൾക്ക് രാജാവാണ്. ശൗൽ ഭരിക്കുമ്പോഴും നീയാണ് കാര്യാദികളെ നടത്തിയത്, നീയാണ് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് രാജാവാണ്. ദാവീദ് ദൈവത്തിന്റെ ആലോചന ചോദിച്ച് 12 ഗോത്രങ്ങൾക്കും കൂടെ രാജാവായി. ജനം ദൈവാലോചനയായി ദാവീദിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി. അങ്ങനെ ഭരണം ഹെബ്രോനിൽ നിന്നും യെരുശലേമിലേക്ക് മാറ്റപ്പെട്ടു. ചുറ്റുമുള്ള ജാതിരാജ്യങ്ങളെ കീഴടക്കി ദേശത്ത് സമൃദ്ധിയും സ്വസ്ഥതയും വരുത്തിയ ദാവീദ് സ്വസ്ഥതയോടെ രാജ്യം ഭരിക്കുമ്പോൾ നാളുകൾക്ക് മുമ്പ് യഹോവയുടെ നാമത്തിൽ തന്റെ ആത്മമിത്രമായിരുന്ന യോനാഥാനുമായി ചെയ്ത ഒരു ഉടമ്പടിയെ ഓർത്തു. യഹോവയെ സാക്ഷിയാക്കി തന്റെ ആത്മമിത്രം യോനാഥാൻ, ശൗലിന്റെ മകൻ യോനാഥാനുമായി ചെയ്ത ഒരു ഉടമ്പടിയെ ഓർത്തു. വായിച്ചാട്ടെ, 1 സാമുവേൽ chapter 20 verses 14 to 17. 1 ശമൂവേൽ 20:14 മുതൽ 17. ഞാൻ ഇനി ജീവനോടിരിക്കുകയാകുന്നുവെങ്കിൽ ഞാൻ മരിക്കാവുന്ന യഹോവയുടെ ദയ നീ കാണിക്കേണ്ടത് എന്നോട് മാത്രമല്ല, എന്റെ ഗൃഹത്തോടും നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. യഹോവ ദാവീദിന്റെ ശത്രുക്കളെ ഒട്ടഴിയാതെ ദൂരത്തുനിന്ന് ഛേദിച്ചു കളയും കാലത്തും അറ്റുപോകരുത്. യോനാഥാൻ പറയുന്നു, എനിക്കറിയാം എന്റെ അപ്പൻ നീക്കപ്പെടും, നീ രാജാവ്, ഞാൻ ജീവനോടെ ഇരുന്നാൽ നിന്റെ ദയ എന്നെ വിട്ടുമാറുന്നത് എന്റെ തലമുറയിൽ നിൽക്കുന്നു. എന്റെ കാലശേഷവും ഈ ദയ എങ്കിൽ നിന്നും എന്റെ ഗൃഹത്തിൽ നിന്നും വിട്ടുമാറുന്നത്. എന്നിട്ട് അവസാനത്തെ വാക്യത്തിൽ പറയുന്നത്, തന്റെ സ്നേഹം നിമിത്തം വീണ്ടും ദാവീദിനെ കൊണ്ട് ആ സത്യം ചെയ്യിപ്പിച്ചു. എന്നിട്ട് 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ സാക്ഷി, ദൈവത്തെ സാക്ഷിയാക്കി യോനാഥാനും ദാവീദും ചെയ്ത ഒരു ഉടമ്പടി. Based on this mutual covenant, David announced, is there anyone still remaining in the house of Saul, so that I can show the kindness for the sake of Jonathan? ഈ ഒരു കവനന്റിനെ ഓർമ്മിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അനൗൺസ്മെന്റ് അവിടെ നടത്തിയത്. യോനാഥാൻ ദയ കാണിക്കാൻ ആരെങ്കിലും ശേഷിച്ചിരിക്കും? ചരിത്രത്തിൽ ഏകദേശം 3000 വർഷങ്ങൾക്കപ്പുറം നടന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കവനന്റ്. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദാറ്റ് കവനന്റ് ഇൻ പ്രസന്റ് ഡേ? നമ്മുടെ മധ്യത്തിൽ ഈ ഒരു പഴയ ഉടമ്പടി ഇങ്ങനെ വിസ്തരിച്ചിട്ട് കാര്യമുണ്ട്. To understand the relevance of that covenant, theologically a complex tool I am using to explore it. നമുക്കറിയാം, പാരബിൾ, ഉപമ, കർത്താവിന്റെ സുവിശേഷ ഭാഗങ്ങളിൽ ഉപമകളിൽ കൂടി തന്റെ മൂല്യം, ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. മെറ്റഫർ, രൂപകങ്ങൾ, പ്രവാചകന്മാർ തങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ദൈവിക ദർശനങ്ങൾ, വെളിപാടുകൾ ഇതൊക്കെ അറിയിക്കുവാൻ ആ ഒരു മെത്തേഡ്, രൂപകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. But here the method we are using is an allegorical interpretation method. It is complex, അല്പം സങ്കീർണമാണ്.
എന്താ ഈ അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്? വചനത്തിന്റെ അന്തസത്തയ്ക്ക് കോട്ടം വരാതെ, വചനത്തിന്റെ അന്തസത്തയ്ക്ക് കോട്ടം വരാതെ ഭാവനാ സങ്കല്പങ്ങളായിട്ടുള്ള സാദൃശ്യങ്ങളിൽ കൂടി ഇണവാക്യങ്ങളുടെ പിൻബലത്തിൽ ദൈവവചനത്തെ വിശകലനം ചെയ്ത് പഠിക്കുന്ന രീതിയാണ്. ദിസ് ഈസ് ലിറ്റിൽ കോംപ്ലക്സ്. അശ്രദ്ധ വന്നാൽ ദൈവം ചോർന്നു പോയാൽ വചനത്തിന് കോട്ടം വരും, നമ്മൾ തെറ്റായ ഉപദേശങ്ങളിലേക്ക് പോയിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഏറിയ കൃപയോടുകൂടി ഈ പഴയ നിയമഭാഗത്തിൽ നിന്ന് കർത്താവിന്റെ രക്ഷാപദ്ധതിയെ മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കും. ഇനി 2 സാമുവേൽ 9:1-5 ഇവിടെ യോശുവ വായിച്ചിട്ടുണ്ട്. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗൃഹത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു വൃദ്ധനുണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയനെന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലം മുടങ്ങായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ലോദെബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദെബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. The stakeholders of salvation. കർത്താവിന്റെ രക്ഷാപദ്ധതി നമുക്കറിയാം. പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവാം ദൈവം, പിന്നെ പാപം ചെയ്ത് അന്യപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മനുഷ്യൻ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് സാൽവേഷൻ, ഈ 4 കൂട്ടർ. നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗത്ത്, പഴയ നിയമഭാഗത്ത് നമുക്ക് 4 വ്യക്തിത്വങ്ങളെ കാണാം. ദാവീദ് പിതാവായ ദൈവത്തിന്റെ സ്ഥാനത്ത്, യോനാഥാൻ പുത്രനായ യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത്, കാര്യസ്ഥൻ സീബ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത്, 2 കാലം ഉണ്ടെന്നുള്ള ലോദേബാരിൽ ഒളിച്ചു പാർക്കുന്ന മെഫിബോശത്ത്, ദൈവത്തോടുള്ള ശത്രുതയിൽ ജീവിക്കുന്ന, പാപത്തിന്റെ അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ പ്രതിനിധി. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഏറ്റെടുക്കണമെന്നല്ല. ദൈവവചനത്തെ വിവേചിപ്പാൻ ദൈവവചനത്തിൽ തന്നെ മാർഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യം എന്ന് വായിച്ചാൽ, യെശയ്യാ 34:60. യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചു നോക്കാനല്ല, വായിച്ച് അന്വേഷിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതെ ഇരിക്കില്ല, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തുന്നു. ദൈവവചനത്തിൽ ആഗ്രഹത്തോടെ അന്വേഷിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട കൃപയുടെ വചനങ്ങൾക്ക് ഇണവാക്യങ്ങളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അവന്റെ ആത്മാവാണ് അവയെ കൂട്ടിവരുന്നത്. അതുകൊണ്ടാണ് ഏറിയ കൃപയോടും ആത്മശക്തിയോടും വേണം ഈ കാര്യം നിർവഹിക്കുവാൻ. അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അന്തസത്തയ്ക്ക് കോട്ടം വരും. The word will be distorted. Here the word is saying, yes, you seek with all your heart, you will find the prayer words. നമുക്ക് നോക്കാം. ദാവീദിലും യോനാഥാനിലുമുള്ള പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും. അതിനുവേണ്ടി 1 ശമൂവേൽ 18-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. പിന്നെ യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ഇതിന്റെ പശ്ചാത്തലം, ഗോലിയാത്തിന്റെ തലയറുത്ത് അവന്റെ വാളുമായിട്ട് ശൗലിന്റെ മുമ്പിൽ ഒരു ബാലൻ, കൗമാരക്കാരൻ ദാവീദ് എത്തിയിരിക്കുകയാണ്. കൊട്ടാരത്തിൽ കുമാരൻ രാജാവിന്റെ പുറകിൽ
പടിവാദത്തിൽ നിൽക്കുകയായിരിക്കാം, പിൻവാദം. അപ്പനോട് ഇതെല്ലാം സംസാരിക്കുന്നത് സാന്ത്വനം കേട്ട യോനാഥാൻ ഒരു വ്യവസ്ഥയും ഇല്ലാതെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. അവന്റെ മനസ്സ് ദാവീദിനോട് പറ്റിച്ചേർന്നതാണ്. ഇന്റഗ്രലായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തതിന്റെ പ്രത്യുപകാരത്തിലല്ല, അതിനു മുമ്പ് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല, എന്നാൽ അവർ പറ്റിച്ചേർന്ന് ഒന്നായി നിൽക്കുന്ന ഒരനുഭവം. ഇത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശു കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങളെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുവാനായിട്ട് സാധിക്കും. മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു ലോകത്തിനു വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി, ശിഷ്യന്മാരുടെ വചനം കേട്ട് ഇനിയും വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടി. ആ പ്രാർത്ഥന 17-21 വാക്യം അവസാന ഭാഗം വായിച്ചു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിൽ ആകേണ്ടതിന് തന്നെ. അപ്പോ പിതാവും കർത്താവും തമ്മിലുള്ള ബന്ധമാണ്. നീ എന്നിലും ഞാൻ നിന്നിലും. പഴയ നിയമത്തിൽ നാം ഇവിടെ കണ്ട ഒരു കാര്യം, 2 ഹൃദയങ്ങൾ. എങ്ങനെയായിരുന്നു? യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു, സ്വന്തം പ്രാണനെ പോലെ ചേർന്ന് നിൽക്കുന്നു. മഹാപുരോഹിത പ്രാർത്ഥന 23-ാമത്തെ വാക്യത്തിൽ വീണ്ടും തമ്പുരാനും കർത്താവും നമ്മളുമായിട്ടുള്ള ബന്ധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ച് 23-ാമത്തെ വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ. യേശു കർത്താവിന്റെ സാക്ഷ്യമാണ്. നീ എന്നിലും ഞാൻ എന്നിലും നാം ഒന്നായിരിക്കുന്നത് പോലെ. ഇപ്പോ അതിന്റെ ഒരു റിസംബ്ലൻസ് പഴയ നിയമഭാഗത്ത് ദാവീദിന്റെയും യോനാഥാന്റെയും ജീവിതത്തിൽ നമ്മളിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടണം. നമുക്ക് നോക്കാം. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ച് ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന എഫേസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് അക്കങ്ങളിട്ട് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതലുള്ള വാക്യം. ഇവിടെ യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടത് അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവം തമ്പുരാൻ ആര് നിമിത്തം നമുക്ക് രക്ഷ നൽകിയത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതലുള്ള വാക്യം വായിച്ചാൽ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചെന്നല്ല, നമ്മെ ക്രിസ്തു നിമിത്തം അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ നിമിത്തമായത് ക്രിസ്തു. അടുത്ത വാക്യം, 5-ാം വാക്യം. തിരുവചനത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. യേശുക്രിസ്തു മുഖാന്തരം നാം ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി മതി. എനിക്ക് പ്രിയനായവനിൽ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. ഞാൻ നിന്നിലും നീ എന്നിലും ഒട്ടി നിൽക്കുന്ന 2 പേർ. അതിൽ തമ്പുരാൻ പറയുന്നു പ്രിയനായ കർത്താവിൽ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. വീണ്ടും 7-ാം വാക്യം. അവനിൽ നമുക്ക് അവരുടെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ക്രിസ്തു നിമിത്തം അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട്. നീ 11-ാം വാക്യം. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. മതി. അവനിൽ നാം അവകാശം പ്രാപിച്ചു. ഇത് പുതിയ നിയമത്തിലെ പൗളിയൻ തിയോളജി. എഫേസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി ആ രക്ഷയുടെ ഓരോ സ്റ്റെപ്സിനെയും വിവരിക്കുമ്പോൾ ക്രിസ്തു നിമിത്തം ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ ആക്കിയെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ദാവീദ് പറയുന്നു യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടത് ആരെങ്കിലും ശേഷിക്കുന്നു. അപ്പോൾ നമ്മൾ വചനത്തിന്
നിർത്തിയിട്ടില്ല. കൃപയാൽ നാം ദൈവാത്മാവിൽ സഞ്ചരിച്ച് ഇവിടെ ദൈവത്തിന്റെയും പുത്രനായ ക്രിസ്തുവിന്റെയും നിഴലുകളെ ദാവീദിലും യോനാഥാനിലും കണ്ടെത്തി. ഇനി ഈ ശേഷിച്ചിരിക്കുന്ന ഭാഗത്ത് രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ആരൊക്കെയാണ്? കാര്യസ്ഥനായ ശീലയും രണ്ടു കാലം ഉടനുള്ള ഒളിച്ചു പാർക്കുന്ന മൊഫീബോശെത്ത്. നമുക്ക് ഇവരുടെ ഷാഡോസിനെ ഒന്ന് മനസ്സിലാക്കാം. അതിന് ഫസ്റ്റ് മൊഫീബോശെത്ത് അദ്ദേഹത്തിന്റെ വേറെ ബോക്സ് മനസ്സിലാക്കുവാൻ ഒന്ന് വായിച്ചാൽ 2 സാമുവേൽ chapter 4 verses 4. ശൗലിന്റെ മകനായ യോനാഥാന് 2 കാലം മുതലായിട്ട് ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേലിൽ ശൗലിന്റെയും യോനാഥാന്റെയും വർത്തമാനം എത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവന് രാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൻ കത്തുകൊണ്ട് ഓടുമ്പോൾ അവൻ വീണ് കുലത്തനായി പോയി. അവന് മെഫീബോശെത്ത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു ബിഗിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. 5 വയസ്സ് പ്രായത്തിലാണ് അപ്പനും വല്യപ്പനും മരിച്ചവരോ അറിയുന്നത്. അപ്പോൾ കൊട്ടാരം പിടിക്കപ്പെടുന്നു. ഫിലിസ്തീനയുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചു എന്ന് വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ആയ രാത്രി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിയതാണ്. കയ്യിൽ നിന്ന് വീണ് 2 കാലും ഉടന്താണ്. ശേഷം അന്ന് ഈ സ്പെഷ്യത്തിനെ രാജാവായി വാഴിച്ചു കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ ഒരു ആശ്രിത ബാലനായിട്ട് വളർന്നവന് വീണ്ടും ചിറ്റപ്പനും കൊല്ലപ്പെട്ടു. ഈ സ്പെഷ്യത്തിനെ സേനാനായകന്മാർ കൊന്നു കഴിഞ്ഞപ്പോൾ ഭയം. അപ്പുറത്ത് രാജാവായിരിക്കുന്ന ദാവീദാണ്. ജനം ചെന്ന് ദാവീദിനെ രാജാവാക്കിയിരിക്കുകയാണ്. നമ്മൾ കണ്ടായിരുന്ന ആരംഭത്തിൽ ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും ദീർഘകാലം യുദ്ധം ചെയ്തു. ശൗൽ മേൽക്കുമേൽ വർദ്ധിച്ചു, ദാവീദ് മേൽക്കുമേൽ വർദ്ധിച്ചു, ശൗലിന്റെ ഗൃഹം ക്ഷയിച്ചു. ഈ ഒരു ശത്രുത അത് ബേസായി കിടക്കുകയാണ്. ദാവീദ് എല്ലാ ഇസ്രായേലിലും രാജാവായപ്പോൾ ഈ മുടന്തുള്ളവൻ ഉള്ളിൽ വിദ്വേഷമുണ്ട്. തന്റെ അപ്പൂപ്പനും ചിറ്റപ്പനും വരുന്ന കസേരയിൽ, തന്റെ അപ്പൻ ഇരിക്കേണ്ടുന്ന കസേരയിൽ ഇപ്പോൾ രാജാവായി വാഴുന്ന ദാവീദ് ഉള്ളിൽ വിദ്വേഷം പകാം. എന്നാൽ ഭയം. ഇവിടെ നിന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് രക്തബന്ധത്തിലാണെന്നുണ്ടെങ്കിലും നാളെ എതിർപ്പുണ്ടാകാതിരിക്കുവാൻ ഈ നാളുകളിൽ കണ്ടുവരുന്നത്. എന്നാൽ തനിക്ക് ജീവൻ വേണം എന്ന് വെച്ച് ലോദേബാലിന്റെ അർത്ഥം ഞാൻ എഴുതി നോക്കിയപ്പോൾ പുൽപ്പുറങ്ങളില്ലാത്ത വരണ്ട ദേശം, പാസ്റ്റേഴ്സ്, നോ പാസ്റ്റേഴ്സ്, ഡ്രൈ ലാൻഡ്. ഒരു ഇടയന്മാരും പോലും തന്നെ കണ്ടെത്തരുത്. കാലി മയക്കാൻ വരുന്നവരോ ആട് മയക്കാൻ വരുന്നവരോ പോലും തന്നെ കണ്ടെത്തരുത്. അതിനുവേണ്ടി പുൽപ്പുറങ്ങളില്ലാത്ത ലോദേബാലി അമ്മിയേലിന്റെ മകനായ മാഖീലിന്റെ ഭവനത്തിൽ ഒളിച്ചു പാർക്കുകയാണ്. പകയും വിദ്വേഷവും ഉണ്ട്. ആ ഒരനുഭവത്തിൽ മെഫീബോശെത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവത്തോടുള്ള ശത്രുതയിൽ ദൈവത്തെ മറുതലിച്ചും മറന്നും എത്രയോ ജീവിതങ്ങൾ ഇന്നും ഈ പട്ടണത്തിൽ ഒളിച്ചു പാർക്കുന്നു. നമ്മുടെ ബന്ധങ്ങളിലില്ലേ, നമ്മുടെ ഇടവകയിലില്ലേ, നമ്മുടെ സഹോദരി ബന്ധങ്ങളില്ലേ, സ്നേഹബന്ധങ്ങളിലില്ലേ, ഒരാരാധനയ്ക്ക് വിളിച്ചാൽ പോലും തിരിഞ്ഞു നിൽക്കുന്നു. ഒന്ന് പ്രാർത്ഥിപ്പാൻ സഹകരിക്കുവാൻ പറഞ്ഞാൽ മറച്ചു നിൽക്കുന്നു എത്രയോ ജീവിതങ്ങൾ. മെഫീബോശെത്തിനെ പോലെ പകയുമായി വിദ്വേഷവുമായി വെറുത്ത് മാറി നിൽക്കുന്ന അനേക മനുഷ്യർ. അത്തരം മനുഷ്യരുടെ പ്രതിനിധിയാണ് ഇവിടെ മെഫീബോശെത്ത്. അപ്പോൾ കാര്യസ്ഥനായ സീലയെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദാവീദ് ചോദിച്ച ചോദ്യവും മറുപടിയും നമ്മൾ നോക്കിയാൽ ദാവീദ് ചോദിക്കുന്നു, യോനാഥാൻ നിമിത്തം ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു? സീബയുടെ മറുപടി ഒന്ന് ശ്രദ്ധിച്ച് 3-4 മാത്രം. 2 സാമുവേൽ 3 and 4.